ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹീറോ ഹോണ്ടയുടെ പ്ലഷറാണ് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്നത് ടെസ്റ്റ് വർക്കാണ്. ടെസ്റ്റ് വർക്ക് ഫുള്ളായിട്ട് അഴിച്ച് പെയിൻറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യുക, അതാണ് നിലവിൽ പറഞ്ഞേക്കണ വർക്ക്. പിന്നെ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു, വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല, സെൽഫ് എടുക്കുന്നുണ്ടായില്ല, കിക്കർ അടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്പോട്ടിൽ പോയി എടുത്ത വണ്ടിയാണ്. അപ്പോൾ നമ്മളതിനകത്ത് ഓൾറെഡി പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നേരിട്ട് കസ്റ്റമർ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യണതാണ്. അത് നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട് വന്നില്ല. പിന്നെ അതിനകത്ത് വാട്ടർ സർവീസ്, പെയിൻറ്റിങ്, അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിൻ്റെ ചാർജ്, അതെല്ലാം ഓൾറെഡി കസ്റ്റമർ ത്രൂ ഔട്ട് നേരിട്ട് പെയിൻറ്ററുമായിട്ടാണ് കോൺടാക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതും നമ്മളുമായിട്ട് ബന്ധമില്ല. അപ്പോൾ നമ്മൾ ബാക്കിയത്തെ വർക്കുകൾ അതിന് വേണ്ടിയിട്ട് അഴിച്ച് പെയിൻറ്റിങ്ങിന് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിലാണ്, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംപ്ലയിൻസുകളുണ്ട് വണ്ടിക്ക്. ഫുള്ളായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മളിപ്പോൾ അഴിച്ചിട്ടുണ്ട്. മൊത്തം പീസാക്കിയിട്ടില്ല എന്നുള്ളൂ. മൊത്തം പീസാക്കുമ്പോൾ വീണ്ടും എക്സ്പെൻസ് കൂടും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട രീതിയിലേക്ക് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകളുടെ ഒരു ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം കേട്ടോ. നിലവിൽ നമുക്കതിൻ്റെ സെൽഫൊന്നും വർക്കിംഗ് അല്ല. ഞാൻ അതിൻ്റെ മോട്ടറൊക്കെ അഴിച്ച് നോക്കുമ്പോൾ മോട്ടറൊക്കെ ഓൾറെഡി സ്റ്റക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഈ ബെയറിങ്ങൊക്കെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു ഉപയോഗിക്കാണ്ടിരുന്ന് പറ്റിയതായിരിക്കാം. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ബലപ്പെട്ട് തിരിച്ച് കഴിഞ്ഞപ്പോൾ തിരിയണുണ്ട്. പക്ഷേ ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ കാർബണൊക്കെ നല്ല രീതിയിൽ തീർന്ന് ഏകദേശം അതിൻ്റെ 99% തീർന്നൊരവസ്ഥയിലാണ് കാർബൺ നിൽക്കുന്നത്. അപ്പോൾ കാർബൺ അസംബ്ലി നമുക്ക് ഈ ഹോൾഡറായിട്ട് ഇതേപോലെ മേടിക്കാൻ കിട്ടും. ഇതിങ്ങനെ തന്നെ മേടിച്ച് കയറ്റാനായിരിക്കും ബെറ്റർ. ഏകദേശം ഒരു 400 കൊടുത്താണ് നമുക്ക് അതിന് കോസ്റ്റ് വരാം. ആർമേച്ചർ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ പുതിയ മോട്ടറിൻ്റെ അതേ ഒരു ക്വാളിറ്റി കിട്ടുകയും ചെയ്യാം നമുക്ക്. ആർമേച്ചർ നല്ലത് ആണെങ്കിൽ മാത്രം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മോട്ടർ അസംബ്ലി ആയിട്ട് ഫുള്ളായിട്ട് മാറ്റാനാണ് പറ്റുള്ളൂ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ നല്ല രീതിയിൽ ലീക്കുണ്ട്, ഓയിൽ ലീക്ക് കാര്യങ്ങളുണ്ട്. പിന്നെ കാർബറേറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാർബറേറ്റർ ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അഴിക്കാനും പറ്റാത്തൊരു കണ്ടീഷൻ. കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രോബ്ലം കൊണ്ട് കാർബറേറ്ററൊക്കെ ദ്രവിച്ച് പോകുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഒട്ടുമിക്ക വണ്ടികളിലും ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇതൊരു വേറെ വണ്ടി അഴിച്ചു വെച്ചാലാണ്. അതിൻ്റെ കാർബറേറ്റർ അസംബ്ലി നോക്കി കഴിഞ്ഞാൽ അറിയാം, അതിൻ്റെ ഉള്ളിലൊക്കെ ദ്രവിച്ച് പൊടി പോലെയാണ് പുറത്തേക്ക് വരാം. അപ്പോൾ അത് തന്നെ ആയിരിക്കണം നമ്മുടെ വണ്ടിയുടെയും ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ അതുകൊണ്ടാണ് കാർബറേറ്റർ നമ്മളിപ്പോൾ നിലവിൽ അഴിച്ചിട്ടില്ല. പക്ഷേ അഴിച്ചു കഴിഞ്ഞാൽ 99% നമുക്ക് കാർബറേറ്റർ മാറ്റേണ്ടതായിട്ട് വരും. സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ കാർബറേറ്റർ അഴിക്കാതെ കൊണ്ട് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അഴിക്കേണ്ടി തന്നെ വരും. പക്ഷേ അത് പെർമിഷൻ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെർമിഷന് വേണ്ടിയിട്ടാണ് അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് വീഡിയോ ഇടണം കേട്ടോ. അപ്പോൾ കണ്ടതിന് ശേഷം കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യണം. അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കതിൻ്റെ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട്. അതിൻ്റെ ഗ്യാസ്കറ്റൊക്കെ പോയിട്ട് ഓയിലൊക്കെ താഴേക്ക് ചാടുന്നുണ്ട്. എഞ്ചിനിൽ ഓയിൽ ലെവൽ കുറവൊന്നുമില്ല, ഓയിലൊക്കെ ഉണ്ട്. പക്ഷേ ഓയിൽ കളറൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഓയിൽ മാറ്റുന്ന ദിവസം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓയിലും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുക. കാരണം അത് ഓയിൽ കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ഈ ഗിയർ ബോക്സിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഓയിൽ ലീക്കാണ്. അത് ഗിയർ ബോക്സിൻ്റെ ഓയിൽ ലീക്ക് ആയതാണ്. അപ്പോൾ എസ്റ്റിമേറ്റിൽ ഗിയർ ബോക്സിൻ്റെ ഓയിൽ ലീക്കിൻ്റെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് കാണുന്ന കംപ്ലയിൻസ് എല്ലാം ഞാൻ എസ്റ്റിമേറ്റിൽ കാണിക്കുന്നുണ്ട്. അതിന് ശേഷം നിങ്ങൾ നോക്കുക, അതനുസരിച്ചിട്ട് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് പെർമിഷൻ തരാം. അതും പ്രകാരമാണ് നമ്മൾ വർക്ക് ചെയ്യണം കേട്ടോ. കാണുമ്പോൾ ആ ഉള്ള കംപ്ലയിൻസ് എല്ലാം ശ്രദ്ധയിൽ പെടുത്തുന്നുണ്ട്. അതിന് ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും എന്നുള്ളത് അതടക്കം നമ്മളതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നോക്ക്, കൃത്യമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് മാത്രം റിപ്ലൈ ഇടാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ടിൽ ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊക്കെ കംപ്ലൈൻറ്റാണ്, ഔട്ടർ വലിഞ്ഞിരിക്കുകയാണ്. ഓൾറെഡി മീറ്റർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മീറ്റർ ഞാൻ അതിനകത്ത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല. മീറ്റർ കംപ്ലൈൻ്റാണ്, ഓൾറെഡി കേബിളൊക്കെ വിട്ട് കിടക്കുന്നുണ്ട്. മീറ്റർ നന്നാക്കിയാലും അത് ക്ലിയർ ആവില്ല. പിന്നെ നിലവിൽ നമുക്കതിൻ്റെ മീറ്ററിൻ്റെ ഗ്ലാസ്സൊക്കെ കംപ്ലൈൻ്റ് ആണ്, മൊത്തം പൊടിഞ്ഞ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്കതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ഉണ്ട്. ഫ്രണ്ടിലെ ഈ വരുന്ന ബാറ്ററി ഉണ്ടല്ലോ, 2024 മോഡൽ ബാറ്ററിയാണ്. അത് ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ടെസ്റ്റിൽ. വോൾട്ട് ഓൾറെഡി കുറവാണ്, 11 വോൾട്ട് തന്നെ. ലോഡ് കൊടുക്കുമ്പോൾ വോൾട്ട് താഴേക്ക് പോകണം, 5.70 പോകുന്നുണ്ട്. അപ്പോൾ ചാർജ് ചെയ്തിട്ടാൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. എസ്റ്റിമേറ്റിൽ ബാറ്ററിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് പറയണത്. പിന്നെ അതിൻ്റെ കൂടാതെ അതിൻ്റെ ചേസിൻ്റെ ഈ ഭാഗമൊക്കെ മൊത്തം തുരുമ്പിട്ട് ഇവിടെയൊക്കെ വിട്ടുപോയേക്കുന്നുണ്ട്. അത് മൊത്തം തുരുമ്പിട്ട് മൊത്തം വിട്ടുപോയേക്കാം. അപ്പോൾ ഈ ഭാഗമൊക്കെ നമ്മൾ വെൽഡ് ചെയ്ത് അതേ രീതിയിൽ തന്നെ പിടിപ്പിക്കണം. എന്നാലാണ് നമ്മൾ ആ മുകളിലത്തെ കവറൊക്കെ കറക്റ്റായിട്ട് പിടിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെയൊക്കെ ബോൾട്ടൊക്കെ ഒടിഞ്ഞിരിക്കണം, ആ ബോൾട്ടുകളൊക്കെ വെൽഡ് ചെയ്ത് അഴിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും അതേപോലെ തന്നെ പാച്ച് വർക്കിന് കൊടുത്ത് കറക്റ്റായിട്ട് ചെയ്തെടുക്കണം. എന്നാലാണ് നമ്മൾ ഈ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമുള്ളൂ കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഈ പറഞ്ഞ രീതികൾ അത്യാവശ്യം ഭാഗങ്ങൾ, പിന്നെ സ്വിച്ച് ഐറ്റംസൊക്കെ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 1-2 കവറുകളൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്. അതായത് സൈലൻസറിൻ്റെ മുകളിൽ വരുന്നത് ഈ കവറൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്.
പിന്നെ ഈ ഹെഡ്ലൈറ്റ് അസംബ്ലിയൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് വരുന്ന സമയത്ത് ഇത് ഫേഡായേക്കണതുകൊണ്ട് തന്നെ അതൊരു അപാകതയായിരിക്കും. അപ്പോൾ അത് എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കാരണം അതല്ലെങ്കിൽ ബാക്കിയത്തൊക്കെ നല്ല ഫ്രഷായിട്ട് വരും. ഇതൊക്കെ നമുക്ക് പിന്നീട് കഴിച്ച് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ മിറർ കംപ്ലൈൻ്റ് ആണ്. മിറർ ഇങ്ങനെ വെറുതെ ലൂസായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിടണം. ലൈറ്റുകൾ ഇത് മതി, ടൈലൈറ്റും ഇതൊക്കെ ഇത് മതി. ഈ ഒരു ഫ്ലോർ കവർ എന്ന് പറയുന്നത് ഈ ഒരു കവർ ലെഫ്റ്റ് സൈഡിൽ വന്നത്, ഈ കവർ നമുക്ക് മാറ്റിയിടണം. കാരണം അതിൻ്റെ ഈ ഭാഗം വന്ന ഭാഗത്ത് സ്ക്രൂ ചെയ്യുന്ന ഭാഗം ഒടിഞ്ഞു പോയേക്കാണ്. അപ്പോൾ അത് പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റിയിടണം. അതേപോലെ തന്നെയാണ് ഫ്രണ്ടിലെ ലോവർ കവർ എന്ന് പറയുന്ന യൂണിറ്റ്. അതിൻ്റെ ഈ ഭാഗത്ത് ബോൾട്ട് ചെയ്യുന്ന സൈഡൊക്കെ പൊട്ടിപ്പോയേക്കാം. ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട്, ഈ സൈഡും പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കവർ മാറ്റിയിടേണ്ടി വരും. അതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഫൈബർ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ഐറ്റംസ് ഇതൊന്നും ഒറിജിനൽ നമുക്ക് കിട്ടാനില്ല. ഹീറോൻ്റെ ഐറ്റംസ് ബ്ലോക്ക് ആയേക്കണാണ്, കമ്പനി നിർത്തിയേക്കണ ഐറ്റംസാണ്. അപ്പോൾ വേറെ സായി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയോ അല്ലെങ്കിൽ പുറമേ ഏതെങ്കിലും ലോക്കൽ ബ്രാൻഡ് വേണം മേടിച്ചിട്ട് നമുക്കത് പെയിൻറ്റിങ്ങിലേക്ക് കൊടുത്ത് പെയിൻറ്റ് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതറിഞ്ഞിരിക്കുക, കമ്പനി ഐറ്റം കിട്ടാനില്ലാത്തത് കൊണ്ടാണ്. കമ്പനി ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഒറിജിനൽ പാർട്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഐറ്റം ഇല്ലാത്തത് കൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടണം മേടിച്ച് ചെയ്യാമെന്ന് മാത്രം. പിന്നെ വെൽഡിങ്ങിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സൈഡൊക്കെ പോയിട്ടുണ്ട്. ഈ ഫുഡ് ട്രസ്റ്റിൻ്റെ ഈ സൈഡൊക്കെ മൊത്തം വിട്ടെടുക്കാണ്. ഇതൊക്കെ വെൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ പാച്ച് വർക്കിലേക്ക് കൊടുക്കാമേ. കൊടുത്തതിന് ശേഷം എത്ര വരുമെന്ന് നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്നും അറിയില്ല. ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വരാണെങ്കിൽ അത് കൂടുതൽ പേ ചെയ്യേണ്ടി വരും, കുറവ് വരാണെങ്കിൽ അത് കുറച്ച് കൊടുത്താൽ മതി. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് ഞാൻ ഏകദേശം അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നമ്പർ പ്ലേറ്റ് നമുക്ക് പഞ്ചിങ് ടൈപ്പ് വേണം. പുതിയ മോഡൽ വരുമ്പോൾ പഞ്ച് ടൈപ്പാണ് നമുക്ക് വേണ്ടി വരാം. ഏകദേശം 500 രൂപയാണ് നമുക്ക് അതിന് കോസ്റ്റ് വരാം. സ്പീഡോമീറ്ററിൻ്റെ ഗ്ലാസ്സിന് ഏകദേശം ഒരു 190 അടുത്ത് വരും. അതും കമ്പനി ആയിട്ടും കിട്ടാനില്ല, ഒറിജിനൽ കിട്ടാനില്ല. അതിനകത്ത് വില കൂടുതലോ കുറവോ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ട് ബില്ലിനകത്ത് റിഫ്ലക്റ്റ് ചെയ്തോളും. ഓൾറൗണ്ട് ഗാർഡ് എന്ന് പറയുന്ന ഐറ്റംസ് 1850 രൂപ ഉണ്ട്. നമുക്കതിന് ബാക്കിൽ ഫ്രണ്ടിലും ബാക്കിലൊക്കെ തന്നെ ആ ചുറ്റുമുള്ള കമ്പികളാണ്, മൊത്തം പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഹെഡ്ലൈറ്റ് അസംബ്ലി ഏകദേശം 650 രൂപ. അത് കൂടുതലോ കുറവോ വന്നാൽ, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ബില്ലിൽ കൂടുതലോ കുറവോ വന്നാൽ അത് ബില്ലിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. കൂടുതൽ വന്നാൽ കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വരും, കുറവ് വന്നാൽ കുറച്ചടച്ചാൽ മതി. ഞാൻ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് ആക്കിയേക്കണതാണ് കേട്ടോ. പിന്നെ LH ഫ്ലോർ കവർ, ലോവർ കവറിന് ഏകദേശം ഒരു 250 രൂപ പ്രതീക്ഷിക്കാം. നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ബ്രാക്കറ്റ് ഫ്രണ്ടിൽ 100 വരും. പ്രൊട്ടക്ടർ ഒരു 290 രൂപ. ബാറ്ററിക്ക് 1514 രൂപയാണ് നമുക്ക് ആമറോണിൻ്റെ ബാറ്ററി വരാം. അത് നമുക്ക് പഴയ ബാറ്ററിക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് വരും. സെൽഫ് മോട്ടോർ അസംബ്ലിയാണ് ഞാൻ ഉൾപ്പെടുത്തിയേക്കണേ. റിപ്പയർ ചെയ്ത് ക്ലിയറായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ കുറഞ്ഞോളും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം സെൽഫ് മോട്ടറിൻ്റെ പൈസ 2000-2200 അടുത്താണ്ട് സെൽഫ് മോട്ടറിന് വരുന്നുണ്ട്. കാർബറേറ്റർ അസംബ്ലി നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്ത് തന്നെ പറ്റുള്ളൂ. കാരണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പൊല്യൂഷൻ എടുക്കാൻ പറ്റുള്ളൂ, വണ്ടി സ്റ്റാർട്ടിങ് ആക്കാൻ പറ്റുള്ളൂ. അഴിച്ച് ക്ലീൻ ചെയ്ത് ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ മാറ്റേണ്ടി വന്ന ഏകദേശം 2750 രൂപ നമുക്കതിന് ചിലവ് തന്നെ ഉണ്ട്. സ്പാർക്ക് പ്ലഗ് ഒരു 110 രൂപ പ്രതീക്ഷിക്കാം. എയർ ഫിൽട്ടർ അസംബ്ലി ഒരു 190 രൂപ പ്രതീക്ഷിക്കാം. പിന്നെ അതിനകത്ത് ബെൽറ്റ് പൊട്ടിയിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം കേട്ടോ. ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റ് ലീക്കുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെത് മാറുമ്പോൾ ഏകദേശം ഒരു 100 ഗ്യാസ്കറ്റ് പ്രതീക്ഷിക്കാം. ബെൽറ്റിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏകദേശം നമുക്കൊരു 500-550 രൂപ നമുക്ക് ബെൽറ്റ് വരാം. ബെൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗം നോക്കിയപ്പോൾ ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കണം. ഞാനത് അഴിച്ചിട്ടില്ല, പെർമിഷൻ കിട്ടാതെ നമ്മൾ വെറുതെ കയറി അഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ സൈഡൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ നമുക്ക് വന്നേക്കുന്നത് മൗണ്ട് റബ്ബർ എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ കവറിൻ്റെ റബ്ബർ തന്നെയാണ്. ബ്രേക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ആണ്. ഫ്രണ്ട് ബ്രേക്ക് ഫുള്ള് സ്റ്റക്കായ ഒരു അവസ്ഥയിലാണ്, തള്ളിയിട്ട് നീങ്ങാത്തൊരു കണ്ടീഷനിലൊക്കെയാണ് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ കേബിൾ അസംബ്ലി മാറണം. സ്പീഡോമീറ്റർ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. പിന്നെ നമ്മളത് കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് അഴിച്ച് കളയാം നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടി വരുന്നത് സ്വിച്ചുകളാണ്. ഫോൺ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഐറ്റംസൊക്കെ മാറ്റി പെയിൻറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ പുതിയതാണ് ഇടാറ്. അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വെൽഡിങ്ങിന് ചേസ് വെൽഡിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 750 രൂപ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് കൂടുതൽ വന്നാൽ കൂടുതൽ പേ ചെയ്യേണ്ടി വരും, കുറവ് വന്നാൽ കുറച്ചടച്ചാൽ മതി. പിന്നെ ഫ്രണ്ടിലത്തെ റിമ്മ് ഏകദേശം ഒരു 690 രൂപ നമുക്ക് വരാം. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട് റിം എന്ന് പറഞ്ഞാൽ ഈ ട്യൂബ് വന്ന ഭാഗത്ത് ഇവിടെയൊക്കെ കുറ്റിയുടെ ഇവിടെയൊക്കെ പോയിട്ട് ട്യൂബാണ് ഈ കാണുന്നത്, പുറത്തേക്കിട്ട് തുരുമ്പിട്ട് ഓട്ടയാണ് ഈ ഭാഗത്ത് കേട്ടോ. അപ്പോൾ എസ്റ്റിമേറ്റിൽ ഞാൻ അതും കൂടി കാണിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വണ്ടി പഞ്ചറായിട്ട് അതൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വർക്കിന് കയറ്റേണ്ടതായിട്ട് വരും. പിന്നെ എഞ്ചിൻ ഓയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഗിയർ ഓയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലെ ഗിയർ ബോക്സ് ലീക്ക് ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്പെയറും ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അഡീഷണൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ഐറ്റംസൊക്കെ ബോഡി ക്ലിപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വരുമ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 500 എക്സ്ട്രാ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് അഴിച്ച് പീസാക്കി പെയിൻറ്റ് ചെയ്ത് കയറ്റുമ്പോൾ ഏകദേശം 4000 രൂപ നമുക്ക് അതിൻ്റെ റേറ്റ് വരാം. ലേബർ ചാർജ് തന്നെ കേട്ടോ. ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ ഏകദേശം ഒരു 750 രൂപ വരും. പിന്നെ ജനറലായിട്ടുള്ള സർവീസും കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകേണ്ടതായിട്ടാണ്, ടച്ച് ഗ്രീസിങ് അടക്കം.
അതൊക്കെ വരുമ്പോൾ ഏകദേശം 600 രൂപയാണ് നമുക്ക് അതിന് വരാം. അപ്പം മൊത്തം നമ്മൾ ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 21,677 രൂപ പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ വണ്ടി വർക്കിന് കയറ്റാനായിട്ട്. ഈ പറഞ്ഞ വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ. അതിനകത്ത് തന്നെ പെയിൻറ്റിങ്, വാട്ടർ സർവീസ്, സ്റ്റിക്കർ, അതിനോടനുബന്ധിച്ച് വരുന്ന വർക്കുകൾ, പെയിൻറ്റിങ് സംബന്ധമായിട്ടുള്ള വർക്കുകളെല്ലാം ഓൾറെഡി കസ്റ്റമർ പേ ചെയ്യണം. അത് ഇതിന് പുറമെ വരുന്ന വർക്കാണ്. ആ എമൗണ്ട് കൂടി കണക്ക് കൂട്ടിയിട്ട് വേണം നിങ്ങൾ പെർമിഷൻ തരാനും അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട്. അതല്ലെങ്കിൽ നേരിട്ട് വരാം. ഏതൊക്കെ ഐറ്റംസാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ചെയ്യേണ്ടാത്തത് കൃത്യമായിട്ട് നമ്മളത് നോക്കി മനസ്സിലാക്കി കറക്റ്റായിട്ട് വേണ്ടാത്തത് ഒഴിവാക്കി ക്ലിയർ ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് വണ്ടിയുടെ വർക്കിൻ്റെ ക്വാളിറ്റിയിൽ വേരിയേഷൻ വരും. കാരണം നമ്മളിപ്പോൾ ഡാമേജുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ ചെയ്താലാണ് ക്ലിയർ ആവുള്ളൂ. പിന്നെ പൈസയുടെ കേസാവല്ലോ, ക്യാഷ് ഈ പറഞ്ഞ രീതിയിൽ കൂടെ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ അത് നമുക്ക് ചെയ്ത് നടക്കുള്ളൂ. എന്തായാലും വന്ന് കാണണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. നേരിട്ട് വന്ന് കാണണമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. വന്ന് കണ്ട് മനസ്സിലാക്കി ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഏകദേശം ഒരു എസ്റ്റിമേറ്റാണ് നമ്മൾ ഈ ഇട്ടേക്കണതൊക്കെ. വ്യത്യാസങ്ങൾ വന്നേക്കാം, ചിലപ്പോൾ കൂടുതലോ കുറവോ. ലേബർ ചാർജിൽ വ്യത്യാസം വരില്ല. പാർട്സുകളുടെ എമൗണ്ടിലൊക്കെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബില്ലിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പ്രകാരം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പെർമിഷൻ തരാം. പൈസ മുടക്കി ചെയ്യണ വർക്കാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് ക്ലിയറായിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ.